പിന്നെ എന്താണ് ഇതിനകത്തെ രാഷ്ട്രീയം? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കലാപത്തിനുള്ള ഒരു കോപ്പുകൂട്ടലായിരുന്നു. രണ്ടാം അതായത് 1971 തലശ്ശേരി കലാപം. ആ തലശ്ശേരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ. ഈ വിധേയത്തിൽ കമ്മീഷന് മുൻപാകെ മൊഴി കൊടുത്തിട്ടുള്ള CPI നേതാക്കന്മാരുണ്ട്. NC മമ്മൂട്ടി മാഷിനെ പോലെയുള്ള ആൾക്കാര്, അവിടെ ഉണ്ടായിരുന്ന CPMന്റെ കൌൺസിലറായിരുന്ന KP ശ്രീധരൻ, അദ്ദേഹം വളരെ വ്യക്തമായി മൊഴി കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി കലാപം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ള മൊഴി വിധേയത്തിൽ കമ്മീഷനുണ്ട്. അതൊരു കാര്യം നടക്കുന്നു. പിന്നെ ഏറ്റവും അടുത്ത് നമുക്ക് CB മാത്യൂസ് സാറിന്റെ ആത്മകഥ പുറത്തിറക്കിയിട്ടുണ്ട്, നിർഭയം. ഡോക്ടർ CB മാത്യൂസ് കണ്ണൂര് SP ആയിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് നാദാപുരം കലാപം. എന്തായിരുന്നു നാദാപുരത്ത് നടന്ന സംഭവം? കണാരൻ എന്ന് പറയുന്ന കർഷക തൊഴിലാളി യൂണിയൻ നേതാവ് മുസ്ലിം ലീഗ് നടത്തിയ മാർച്ചിന് എതിരെ കാർ ഓടിച്ചു ചെല്ലുന്നു. ആ കാറിൽ ആരോ അറ്റാക്ക് ചെയ്യുന്നു. യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടാകുന്നില്ല. അതായത് സുബീഷിന്റെ മൊഴി അടക്കം രാഷ്ട്രീയപരമായ നാടകങ്ങൾ അല്ലെങ്കിൽ ഗിമിക്കുകൾ പറയുന്നത് ഇത് ഇവരുടെ ഒരു ശീലമാണ്, ഇത് സഹജ സ്വഭാവം. ഞാൻ പറഞ്ഞിട്ട് ഈ കണാരൻ എന്ന് പറയുന്ന ആളെ കൊല്ലാനാക്കി എന്താണ് പറയുന്നത്, വളരെ നാരോ എസ്കേപ്പ് നടത്തിയെന്ന് വലിയൊരു പ്രചരണം അഴിച്ചുവിട്ടിട്ട് 8 പേരെയാണെന്ന് നാദാപുരത്ത് കൊന്നത്. ഇത് RSSകാരനോ BJPക്കാരനോ പറയുന്നതല്ല. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ CB മാത്യൂസിന്റെ ആത്മകഥയിലുള്ള വിവരമാണ് പറയുന്നത്. TP വധക്കേസിൽ മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ടൊയോട്ട ഇന്നോവയിൽ പോയി എന്തായിരുന്നു സംഭവിച്ചത്? ഇത്തരത്തിൽ നിരവധി പ്രശ്നം. ഇതൊരു വലിയൊരു പ്ലോട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു വലിയ കലാപത്തിനുള്ള ഒരു കോപ്പുകൂട്ടലായിരുന്നു. അതിൽ നിന്നും കേരളീയ സമൂഹത്തെ രക്ഷിച്ചത് ഹൈക്കോടതിയാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് CBI കോടതിയാണ്.